ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഉള്ളതായി ദുആ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വളരെ മുത്തബറക്കായ മജ്ലിസാണ്. എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. ഇന്ന് ദുൽഹജ്ജ് 24-ാം ദിനാണ്. കേരളത്തിൽ ദുൽഹജ്ജ് 25-ാം രാവിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ച അസ്തമിച്ചിട്ടുള്ള രാത്രി കേരളത്തിൽ ദുൽഹജ്ജ് 25-ാം രാവാണ്. അതേസമയത്ത് ഗൾഫ് രാജ്യങ്ങളിൽ ദുൽഹജ്ജ് 26-ാം രാവിലാണുള്ളത്. ഇന്ന് ശനിയാഴ്ച. ഇൻഷാ അല്ലാഹ് വളരെ മുതബറക്കായ പവിത്രമായ ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ദുൽഹജ്ജ് മാസം എന്നത് ഇസ്ലാമിക് കലണ്ടറിലെ അവസാന മാസമാണ്. അവസാനത്തെ ലാസ്റ്റ് മന്താണ്. ഏതുപോലെ ഇംഗ്ലീഷ് കലണ്ടറിലെ ഡിസംബർ മാസം പോലെ ഏറ്റവും അവസാനത്തെ മാസമാണ് ദുൽഹജ്ജ് മാസം എന്നത്. ഇനി നമ്മിലേക്ക് വരുന്നത് മുഹറം മാസമാണ്. മുഹറം മാസം എന്നത് ഇസ്ലാമിക് കലണ്ടറിലെ ഏറ്റവും ഫസ്റ്റ് മന്താണ്. ഏതുപോലെ ജനുവരി മാസം പോലെ, ഇംഗ്ലീഷ് മാസത്തിൽ ജനുവരി മാസം പോലെ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന മുഹറം മാസം ഇസ്ലാമിക് കലണ്ടറിലെ ഏറ്റവും ഫസ്റ്റ് മാസമായതുകൊണ്ട് ഒരു വർഷത്തിന്റെ അവസാനം, ഒരു വർഷത്തിന്റെ തുടക്കം നമ്മുടെ വെളിപ്പാടകലെ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇൻഷാ അല്ലാഹ് നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മാസം, ഈ ഒരു വർഷം നാം ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കണം, അള്ളാഹു കബൂൽ ചെയ്യണം. ഏതുപോലെ ഏതൊരു അമലാണെങ്കിലും അതിന്റെ അവസാനം ഖവാത്തിമ, അത് അമലിന്റെ കബൂലിയത്ത് നിർണയിക്കുന്നത് ആ അമലിന്റെ അവസാനം. പ്രത്യേകിച്ച് നാം നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം അഥവാ നാം അല്ലാഹു അക്ബർ എന്നുള്ള നിയ്യത്തിനോട് അനുബന്ധമായ തക്ബീർ, അതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. ആ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടെ നാം നിസ്കാരത്തിലേക്ക് കടക്കുകയാണ്. ഫാത്തിഹ, സൂറത്ത്, അതുപോലെ റുക്കൂ, സുജൂദ്, ഇഅ്തിദാൽ, അങ്ങനെ റക്അത്തുകൾ അവസാനിച്ച് 4 റക്അത്തുകളുള്ള നിസ്കാരമാണെങ്കിൽ, ളുഹറാണെങ്കിൽ റക്അത്തുകൾ അവസാനിച്ച് അത്തഹിയാത്ത് ഓതി, ആ അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് ഒരാളുടെ അടുക്കലിൽ നിന്ന് നിസ്കാരം ബാത്തിലാകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ വന്നുപോയാൽ അവന്റെ നിസ്കാരം അതോടെ ബാത്തിലാവുകയാണ്. അവൻ കഴിച്ചതായ എന്തെങ്കിലും ഭക്ഷണ വസ്തുക്കൾ അവന്റെ ആമാശയത്തിലേക്ക് ആ സമയത്ത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതോടെ അവന്റെ നിസ്കാരം ബാത്തിലാവുകയാണ്. അതല്ലെങ്കിൽ തുടർച്ചയായ 3 ചലനങ്ങൾ നിസ്കരിക്കുന്നയാൾ ചലിച്ചു, എന്നിരുന്നാലും അവന്റെ നിസ്കാരം ബാത്തിലായി പോവുകയാണ്. അപ്പൊ നിസ്കാരത്തിന്റെ ഞാൻ ഇത്രയും 4 റക്അത്ത് കറക്റ്റ് നിസ്കരിച്ചാലേ, അത്തഹിയാത്തിലല്ലേ പോയത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്തഹിയാത്തും പ്രധാനമാണ്. അതുപോലെ അവസാന സമയങ്ങളിലുള്ള മറ്റുള്ള അദ്കാറുകൾ, നാരിഹ, അതുപോലെ സ്വലാത്ത് ഇബ്രാഹിമിയ, സ്വലാത്ത് ദുആയൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ആദ്യത്തെ സലാം വീട്ടൽ, അത് റുക്നാണ്, ഫർളാണ്, നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഫർളാണ്. അതുകൊണ്ട് അവസാനത്തിൽ നമുക്ക് ഏതെങ്കിലും റുക്ൻ മിസ്സായി പോവുകയോ ഈ റുക്നുകളിൽ തന്നെ എന്തെങ്കിലും അപാകതകൾ വന്നു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരത്തിനെ അത് ബാധിക്കുന്നു എന്ന് പറയുന്നത് പോലെ നാം ചെയ്ത അമലുകൾ അത് അല്ലാഹു സ്വീകരിക്കുന്ന അവസാന നിമിഷം എന്നത്. അതുകൊണ്ട് അവസാനം നാം വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ദുൽഹജ്ജ് മാസം 1445 എന്നുള്ള ഹിജ്റ കലണ്ടറിലെ അവസാന മാസമായതിനാൽ നാം ഇനിയുള്ള ദിവസങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചുകൊണ്ട് ദിക്റിലും ഔറാദുകളിലും മറ്റുള്ള ഇബാദത്തുകളിലുമായി അല്ലാഹുവിലേക്ക് അടുക്കേണ്ട സമയമാണ് മുഅ്മിനീങ്ങളെ ഈ സമയം എന്നത്. അതുപോലെ നമ്മിലേക്ക് വരാനിരിക്കുന്നതായ ഒരു വർഷം അത് നിർണായകമാണ്. എന്താണ് അല്ലാഹു നമ്മുടെ ഖളായിൽ എന്താണ് എഴുതപ്പെടുന്നത് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുകയില്ല. നാം വിജയിയാണോ, ആ വർഷം, വരുന്ന വർഷം നമുക്ക് എല്ലാ അമലുകളും ചെയ്യാൻ കഴിയുമോ, അതോ നമ്മുടെ മരണമാണോ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഒരാൾക്കും പറയാൻ കഴിയുകയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ആയതിനാൽ അല്ലാഹുവിലേക്ക് അടുക്കുക, തഖ്വയോടെ ജീവിക്കുക എന്നതാണ് നമുക്കെല്ലാം പ്രധാനമായിട്ടുള്ള കാര്യം. ഇൻഷാ അല്ലാഹ് ഈ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരല്പസമയം അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് ഒരല്പം ദിക്റും അതുപോലെ സ്വലാത്തുകളും ഒക്കെ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാൻ പറ്റുന്ന
ഒരു മജ്ലിസാണ്. ഈ മജ്ലിസ് അള്ളാഹു പരിപൂർണമായ രൂപത്തിൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഈ മജ്ലിസിൽ ആദ്യ അവസാനം വരെ പങ്കെടുത്തുകൊണ്ട് പല ആളുകളും ഒരുപാട് ആളുകൾ ദുആ വസിയത്തുകൾ എഴുതി അറിയിച്ചവരുണ്ട്. അതുപോലെ നേരിട്ടും അല്ലാതെയും ഒക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറയുന്ന ആളുകളുണ്ട്. ആരാണെങ്കിലും എവിടെയാണെങ്കിലും എന്ത് വസിയത്താണെങ്കിലും എന്ത് മുറാദാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഇഖ്ലാസോടെ ഈ മജ്ലിസിൽ പങ്കെടുത്താൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അള്ളാഹു ഒരു മോചനം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ ദുആയിലേക്ക്, നമ്മൾ നേരെ ദിക്റിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നാം ഇന്നലകളിൽ ചെയ്തു പോയ തെറ്റുകളൊക്കെ എല്ലാം കഴുകി കളഞ്ഞുകൊണ്ട് പ്രധാനമായ അടിസ്ഥാനപരമായ ഒരു ദുആ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റുകൾ സംഭവിക്കുക അത് മനുഷ്യ സഹജമാണ്. അതൊക്കെ കഴുകി കളഞ്ഞിട്ട് വേണം നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഒരു തെറ്റെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന് സംഭവിച്ചതായ ഒരു കറയാണ്, കേടുപാടാണ്. അള്ളാഹുവിലേക്ക് ചോദിച്ചാൽ, അള്ളാഹുവിലേക്ക് നാം മടങ്ങിയാൽ അത് വലിയൊരു കാര്യമാണെന്ന് നാം മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യത്തെ ദിക്ർ ചൊല്ലാം. ഏതാണ് ആ ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ ഏതാണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. ആ ദിക്റിന്റെ അർത്ഥം എന്താണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, വളരെ ഉന്നതനായ അള്ളാഹുവിനോട് ഞാൻ ഇസ്തിഗ്ഫാർ തേടുന്നു, പാപങ്ങളെ പൊറുക്കലിനെ തേടുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഉന്നതനായ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു. മിൻ കുല്ലി ദംബിൻ, എല്ലാ ദോഷങ്ങളിൽ നിന്നും പാപമോചനം തേടുന്നു. അതൂബു ഇലൈഹി, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു. അപ്പൊ ആ ദിക്റാണ് നാം ചൊല്ലുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു 11 വട്ടം നമുക്ക് ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി.
അസ്തഗ്ഫിറുല്ലാഹൽ അദീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി 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 ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി. ഇൻഷാ അല്ലാഹ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദോഷങ്ങളെയും അല്ലാഹു പുറത്തു മാഫാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി പല ആളുകളുടെയും വീടുകളിലും അതുപോലെ മറ്റു മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവരും രോഗികളാണ്. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകൾക്കും നാം ദുആ കൊണ്ട് കടമപ്പെട്ടവരാണ്. ആയതിനാൽ അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങൾ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കണേ. അല്ലാഹ് ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ. വഅംറാളമൻ ഔസാന ബിദ്ദുആ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ. യാ ഷാഫിഉൽ അംറാള്, രോഗങ്ങൾ ശിഫയാക്കുന്ന ഷാഫി, യാ അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ഷാഫി, ശമിപ്പിക്കുന്നവനെ, രോഗങ്ങൾ ശിഫയാക്കുന്നവനെ എന്ന അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ഷാഫി യാ അല്ലാഹ് എന്നുള്ള പേര് മുൻനിർത്തിക്കൊണ്ട് എന്താണ് ദിക്ർ? അല്ലാഹുമ്മ ഇശ്ഫി അംറാദന വഅംറാദ മൻ ഔസാന ബിദ്ദുആ യാ ഷാഫിഉൽ അംറാദ് എന്നുള്ള ഈ ഒരു ദുആയാണ് നാം ചെയ്യുന്നത്. രോഗങ്ങളെല്ലാം ശിഫയായി ആരോഗ്യത്തോടെ, നമുക്ക് ആരോഗ്യം എന്നത് വലിയ ഒരു ഫാക്ടറാണ്. ഹെൽത്ത്, മരണം വരെ ഉണ്ടാവുക എന്നത് ഒരാളുടെ വിജയത്തിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ ആരോഗ്യം ഞങ്ങൾക്ക് നിലനിർത്തി എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കണേ അല്ലാഹ് എന്നുള്ള ദുആയാണ് നാം ചെയ്യുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ദിക്ർ, ഈ ദുആ ഒരുമിച്ച് ചൊല്ലുക. അല്ലാഹുമ്മ ഇശ്ഫി അംറാദന വഅംറാദ മൻ ഔസാന ബിദ്ദുആ യാ ഷാഫിഉൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദന വഅംറാദ മർളാന. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض.
اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സർവ്വദോഷങ്ങളെയും സർവ്വരോഗങ്ങളെയും അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന്, അതുപോലെ മരുന്നില്ലാത്ത ചികിത്സകളിൽ നിന്ന്, മരുന്നില്ലാത്ത രോഗങ്ങളിൽ നിന്ന് അല്ലാഹ് നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ, ക്യാൻസർ പോലെയുള്ള പേരറിയുന്നതും പേരറിയാത്തതുമായ മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സ്ഥിരം ആശുപത്രി സന്ദർശകരാകുന്ന അതുപോലെ മരുന്നുകൾക്ക് അടിമയാകുന്ന അവസ്ഥകളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളെയും നീ ഹാസിലാക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് അടുത്ത ദുആയിലേക്ക് നാം കടക്കുകയാണ്. ഏതാണ് ദുആ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നുള്ള ദുആയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയുള്ള ദുആയാണ് ഇൻഷാ അല്ലാഹ്. റബ്ബിർഹംഹുമാ കമാ അല്ലാഹുമ്മ റഹംഹുമാ, അല്ലാഹുവേ രണ്ടുപേർക്കും നീ കരുണ ചൊരിയണേ റഹ്മാനെ. ഇർഹംഹുമാ, മാതാവിനും പിതാവിനും നീ കരുണ ചൊരിയണേ അല്ലാഹ്. കമാ റബ്ബയാനി, അവരേത് എങ്ങനെയാണോ ഞങ്ങളെ പോറ്റി പരിപാലിച്ചത്, എങ്ങനെയാണോ ഞങ്ങളെ പരിപാലിച്ചത്, സഗീറ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങളുടെ ബാല്യത്തെ എങ്ങനെയാണോ കൃത്യമായി നടക്കാനോ ഓടാനോ അറിയാത്ത, ബുദ്ധി ഉറയ്ക്കാത്ത സമയത്ത് എങ്ങനെയാണോ അവര് പരിപാലിച്ചത്, എങ്ങനെയാണോ ഞങ്ങളിലേക്ക് കരുണ വർഷിച്ചത് മാതാപിതാക്കൾ, അതേപോലെ നീയും അവർക്ക് മാതാപിതാക്കൾക്ക് കരുണ ചൊരിയണേ റബ്ബേ എന്നുള്ള ഈ മഹത്തായ ദുആയാണ് നാം ചൊല്ലുന്നത്. എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, 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 റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ,
رب ارحمهما كما ربياني صغيرا 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم حسن مرادنا يا محسن المرادات إن شاء الله إذا ചൊല്ലുന്നത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് വബിഹംദിഹി അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാർ കൂടെ ഉൾക്കൊണ്ടിട്ടുള്ള ദിക്റാണ് നാം ചൊല്ലുന്നത്. എപ്പോഴും മഗ്‌രിബിന് തൊട്ടു മുന്നേയും അതുപോലെ സുബഹിയുടെ സമയത്തൊക്കെ പൊതുവെ എല്ലാവരും ചൊല്ലാറുള്ള ദിക്റാണ്. ആ ദിക്ർ നമുക്ക് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി 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 അസ്തഗ്ഫിറുല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിയതായ ദിക്റുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് നമുക്ക് അല്പം ചൊല്ലാം. നമ്മൾ എപ്പോഴും ചൊല്ലുന്ന സ്വലാത്താണ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ എന്ന അർത്ഥത്തിന് ഉള്ള ദിക്റാണിത്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്.
ഇൻഷാ അല്ലാഹ് ഒരു അവസാനമായിട്ട് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. പൊതുവെ പണ്ടത്തെ ഉമ്മമാരൊക്കെ മക്കളെ താരാട്ട് പാട്ട് പാടി ഉറക്കുമ്പോൾ ചൊല്ലുന്ന ഒരു ബൈത്താണ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പൊതുവെ താരാട്ട് പാടുമ്പോൾ മാത്രം ചൊല്ലാനുള്ളതല്ല, വളരെ അർത്ഥവത്തായ ഒരാളുടെ ഈമാനിനെ തന്നെ വളരെയധികം ബാധിക്കുന്ന പ്രധാനപ്പെട്ട ആത്മവിശ്വാസം ഒരു മുഅ്മിന് നൽകുന്ന ദിക്റാണിത്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഹസ്ബി റബ്ബി, എനിക്ക് എന്റെ റബ്ബ് മതി. ജല്ലല്ലാഹ്, അല്ലാഹുവിന്റെ ഔന്നത്യത്തെ അവിടെ വാഴ്ത്തുകയാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. മാ ഫീ ഖൽബി, എന്റെ ഹൃദയത്തിൽ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറൊരാളുമില്ല. നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹുവേ, മുത്തുനബിയുടെ പേരിൽ നീ ഗുണം ചൊരിയണേ എന്നുള്ള അർത്ഥത്തിന് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായിട്ട് മറ്റാരുമില്ല. അല്ലാഹു അല്ലാതെ ഇലാഹ, ആരാധനയ്ക്ക് അർഹതയുള്ള വേറൊരു എന്ന അർത്ഥത്തിന് ഉള്ള ദിക്റാണിത്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വിഷയങ്ങളും അല്ലാഹു ഫതഹിലാക്കി തരുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ശുദ്ധമായ ദുൽഹജ്ജ് മാസം ഈ അവസാനിക്കാൻ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇന്നേ ദിവസം 25-ാം രാവിൽ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. തട്ടിയകറ്റല്ലേ റഹ്മാനെ, പരിപൂർണമായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട് അല്ലാഹ്. എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഇത്രയും നേരം ദിക്റിലും സലാത്തിലുമായി കഴിഞ്ഞുകൂടിയ മുഅ്മിനീങ്ങളാണ് അല്ലാഹ്.
അല്ലാഹ്. എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട് അല്ലാഹ്. എല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കഴിഞ്ഞകാല ഇന്നലകളിൽ ഒരുപാട് ചെറുതും വലുതുമായ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അല്ലാഹ്. എല്ലാ ദോഷങ്ങളെയും നീ പുറത്തു മാഫാക്കണേ റഹ്മാനെ. ഇഷ്ടകാലം നിന്റെ ത്വാഅത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ്, അതിനുള്ള അവസരം നീ തുറന്നു നൽകണേ റഹ്മാനെ. റബ്ബേ, ഒരുപാട് കടബാധ്യതയുള്ളവരുണ്ട് റഹ്മാനെ. എത്രയും പെട്ടെന്ന് കടങ്ങളെല്ലാം വീട്ടി സ്വസ്ഥമാവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പല ആവശ്യങ്ങൾക്കായി കടം വാങ്ങിയവരാണ്. വീട് വയ്ക്കാൻ വേണ്ടി കടം വാങ്ങിയവർ, ബിസിനസ് തുടങ്ങാൻ വേണ്ടി കടം വാങ്ങിയവരുണ്ട്, മക്കളെ കെട്ടിച്ചയക്കാൻ കടം വാങ്ങിയവരുണ്ട്, അതുപോലെ വാഹനം വാങ്ങാൻ വേണ്ടി കടം വാങ്ങിയവരുണ്ട്. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയവരുണ്ട്. റബ്ബേ, നീ പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ, ഹലാലായ വരുമാനത്തിലൂടെ ഞങ്ങൾക്ക് കടം വീട്ടുവാനുള്ള വഴികൾ തുറന്നു നൽകണേ റഹ്മാനെ. മഹാന്മാരായ സ്വാലിഹീങ്ങളെ, മഹാന്മാരായ ബദരീങ്ങളെ കാവലുള്ള ജീവിതം നൽകണേ റഹ്മാനെ. റബ്ബേ, ഒരുപാട് ഹലാലായ മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. തട്ടി അകറ്റല്ലേ അല്ലാഹ്. നിന്റെ എല്ലാവിധ റിളയും നിന്റെ എല്ലാവിധ തൃപ്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. ഞങ്ങളാക്കിയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുജനങ്ങൾ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. റബ്ബേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. എല്ലാ വിഷയങ്ങളും നീ ഫത്ഹിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആഇനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇജാബത്തുള്ള ദുആയാക്കണേ റഹ്മാൻ. ഞങ്ങളുടെ മക്കളെല്ലാം സ്വാലിഹീങ്ങൾ, ആബിദീങ്ങൾ, ആശിഖീങ്ങളിലും ഉൾപ്പെടുത്തണേ അല്ലാഹ്. വിശുദ്ധമായ മുഹറം മാസം ഞങ്ങൾക്ക് റാഹത്തോടെ വരവേൽക്കുവാനുള്ള തൗഫീഖ്, ഞങ്ങളുടെ എല്ലാവിധ ഉദ്ദേശങ്ങളെയും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.